തൃശൂർ അതിരപ്പള്ളി കണ്ണങ്കുഴിയിൽ വീടിന് നേരെ കാട്ടാന ആക്രമണം. കണ്ണങ്കുഴി സ്വദേശി രാജുവിന്റെ വീടാണ് കാട്ടാന ആക്രമിച്ചത്. അനീഷ് ആന്റണി ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, എങ്ങനെയാണ് വിവരങ്ങൾ? കാളിദാസ ഇന്ന് പുലർച്ചെയായിരുന്നു ആക്രമണം. കണ്ണങ്കുഴി സ്വദേശി രാജുവിന്റെ വീടിന് നേരെയാണ് കാട്ടാന ആക്രമണം അഴിച്ചുവിട്ടത്. വീടിന്റെ പുറകുവശമാണ് ആന തകർത്തത്. ഈ സംഭവം നടക്കുമ്പോൾ രാജുവിന്റെ ഭാര്യയും രണ്ട് പെൺമക്കളും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. രാജു നേരത്തെ മരണപ്പെട്ടതാണ്. ഈ ചാലക്കുടി പുഴ കടന്ന്, കാട്ടിൽ നിന്നും ചാലക്കുടി പുഴ കടന്ന് എത്തിയതായിരുന്നു ഈ കാട്ടാന. അവിടെ ഫെൻസിങ് ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. പക്ഷേ ഈ സമയത്ത് ഫെൻസിങ്ങിൽ വൈദ്യുത പ്രവാഹം ഉണ്ടായിരുന്നില്ലെന്നാണ് പ്രദേശവാസികളൊക്കെ പറയുന്നത്. എന്തായാലും കാട്ടാന എത്തി വീടിന് പുറകുവശത്തെ ഭിത്തി കുത്തി തകർത്തിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണാം, ഭിത്തി വലിയ ദ്വാരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിന്റെ പുറകുവശത്തെ കട്ടിലെല്ലാം ഇളക്കിയ നിലയിലാണ്. ഈ ശബ്ദമൊക്കെ കേട്ടാണ് വീട്ടുകാർ വിവരം അറിയുന്നത്. വീട്ടുകാർ പേടിച്ച് രണ്ട് ശബ്ദമുണ്ടാക്കിയതുകൊണ്ടാണ് കാട്ടാന തിരികെ അവിടെ നിന്നും പോയത്. ഏറെ നേരം ഈ വീടിന് പുറകിൽ, വീടിന് സമീപത്ത് വീടിന്റെ ഭിത്തി തകർത്ത് ഒക്കെ കാട്ടാന ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. എന്തായാലും വീട്ടുകാർ ഈ ഒച്ച വെച്ചതോടെയാണ്, ശബ്ദമുണ്ടാക്കി നിലവിളിച്ചതോടെയാണ് ഈ കാട്ടാന തിരികെ പോയത്. നേരത്തെയും ഈ മേഖലയിലൊക്കെ കാട്ടാന ആക്രമണം ഉള്ള ഒരു പ്രദേശമാണ്. നിരന്തരം കാട്ടാന ആക്രമണമുള്ള പ്രദേശമാണ്. നമുക്കറിയാം, അതിരപ്പള്ളി മേഖലയാണ്. സ്വാഭാവികമായും നിരന്തരം കാട്ടാന ആക്രമണങ്ങൾ, പുലിയുടെയൊക്കെ ആക്രമണമുള്ള ഒരു പ്രദേശമാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഈ വന്യമൃഗങ്ങൾ ഇത്തരത്തിൽ നാട്ടിലേക്ക്, ജനവാസ മേഖലയിലേക്ക് ആക്രമണം അഴിച്ചുവിടാൻ തടയണമെന്ന് ആവശ്യപ്പെട്ട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും വഴിതടയലും ഒക്കെ ഈ അടുത്ത് വരെ ഉണ്ടായ ഒരു പ്രദേശമാണ്. പക്ഷേ കാട്ടാന ആക്രമണം ഇപ്പോഴും ശാശ്വതമായ ഒരു പരിഹാരം വനംവകുപ്പിനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സർക്കാരിനോ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം. എന്തായാലും ജീവന് ആപത്തൊന്നും ഉണ്ടായില്ല എന്നത് മാത്രമാണ് ഏക ആശ്വാസകരമായ കാര്യം. വീടിന് കാര്യമായ കേടുപാടുകളൊക്കെ കാട്ടാന വരുത്തിയിട്ടുണ്ട്. കാളിദാസ്. ശരി, അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. കാട്ടാന ആക്രമണം തൃശൂർ അതിരപ്പള്ളി കണ്ണങ്കുഴിയിലാണ്. കണ്ണങ്കുഴി സ്വദേശി രാജുവിന്റെ വീടാണ് കാട്ടാനെ ആക്രമിച്ചത്. സംഭവത്തിൽ ആളപായമില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരം. എന്നാൽ വീട് അത്രയധികം തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. തിരുവനന്തപുരം ബാലരാമപുരത്ത് രണ്ട് വ്യത്യസ്ത വാഹനാപകടങ്ങളിലായി 3 മരണം. മിനി ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ പെരുമ്പഴുതൂർ സ്വദേശി അഖിലും സാമുവലുമാണ് മരിച്ചത്. അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിച്ച് തിരികെ പോകുമ്പോഴാണ് ബൈക്ക് യാത്രികനായ മനോജ് മറ്റൊരു അപകടത്തിൽ മരിച്ചത്. ആലപ്പുഴ ബൈപ്പാസിൽ ലോറികൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ യുവാവ് മരിച്ചു. തൃശൂർ പീച്ചി സ്വദേശി റെനീഷാണ് മരിച്ചത്. ബൈപ്പാസ് വിജയ് പാർക്ക് ഭാഗത്താണ് അപകടം. ഗുരുതരമായി പരിക്കേറ്റ ലോറി ഡ്രൈവർ ജോസി ചികിത്സയിൽ തുടരുകയാണ്.